ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ പറയാൻ പോകുന്ന ട്രാൻസ്ഫോർമറിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ട്രാൻസ്ഫോമർ എന്താണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പലതരം ട്രാൻസ്ഫോമർ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പ്രിൻസിപ്പളും പിന്നെ അതിൻ്റെ ടൈപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും കുറേ നമ്മൾ ഇപ്പോൾ ആ റോഡ് സൈഡെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറേ ട്രാൻസ്ഫോമേഴ്സ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, എന്തിനാണ് സംഭവം നമുക്ക് ആവശ്യം, അതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. വാട്ട് ഈസ് ട്രാൻസ്ഫോമർ? The transformer is a static device which transfers the alternating electric power from one circuit to another at same frequency. Transformer is a static device which transfers the alternating electric power from one circuit to another circuit at same time. Transformer എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, ഒരു നിശ്ചലമായ ഒരു ഡിവൈസ് ആണ്. അതെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് പവറിനെ ഒരു സർക്യൂട്ടിൽ നിന്ന് അനദർ സർക്യൂട്ടിലേക്ക് ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഇല്ലാതെ സെയിം ഫ്രീക്വൻസിയിൽ മറ്റേ ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് പവറിനെ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറൊരു സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത്, എന്ത് പ്രിൻസിപ്പിൾ വെച്ചാണ് ഇത് നടക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. വെച്ചാൽ ഒരു ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരായിട്ട് ഒരു കറണ്ടിനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ അകത്ത്, അത് നമ്മൾ നോക്കാൻ പോകും. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ആണ്. ദ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വേറൊരു ഫോമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിൻ്റെ ഫോമിലാണ്, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫോമിലായ മ്യൂച്വൽ ഇൻഡക്ഷനിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ വേറൊരു കണ്ടക്ടർ കൊണ്ടുവച്ചാൽ മറ്റേ ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ ആ കണ്ടക്ടറിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ആകും. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി നമുക്ക് നോക്കാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പൾ. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരമാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ ഫിനോമിന. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് നോക്കാം. രണ്ട് കോയിലുണ്ട്. അപ്പോൾ ഒരു കോയിലിൽ ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ കോയിൽ കാരണം സപ്ലൈ കാരണം അവിടെ എന്തുണ്ടായിട്ടുണ്ട്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട്. ചില ഇവിടെ AC സപ്ലൈ ആണ് കൊടുക്കുന്നത് വെച്ചാൽ അത് ചേഞ്ചിങ് ഫീൽഡായിരിക്കും. അത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഫീൽഡിൻ്റെ അകത്ത് വേറൊരു കോയിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഫ്ലക്സ് കട്ടാവും. അങ്ങനെ അതിൻ്റെ അകത്തൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നത്. വെച്ചാൽ ഇതിൽ നിന്ന് ഇലക്ട്രിക് കറണ്ട് മറ്റേതിലേക്ക് പാസ് ചെയ്യുന്നു. ഒരു ഫ്രീക്വൻസിക്ക് വ്യത്യാസം ഇല്ലാതെ മറ്റേതിലേക്ക് പാസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ വേറൊരു ഇതിൻ്റെ ആവശ്യമില്ല, അത് അങ്ങനെ പാസ് ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഫിനോമിന. ഈ ഫിനോമിന യൂസ് ചെയ്തിട്ടാണ്, ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫോമറൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇനി വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. ഇതിൽ നമുക്ക് കാണാം ട്രാൻസ്ഫോമർ ഒരു ലാമിനേറ്റഡ് കോറിന് ഒരു പ്രൈമറി വൈൻഡിങ്സും ഉണ്ട്, ഒരു സെക്കൻഡറി വൈൻഡിങ്സും ഉണ്ട്. കാണാം പ്രൈമറി വൈൻഡിങ്സിൽ ഇവിടെ AC സപ്ലൈ കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു ലാമിനേറ്റഡ് കോറാണ്, അതിൻ്റെ മേലെയാണ് ഈ വൈൻഡിങ്സ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി വൈൻഡിങ്സിലേക്ക് നമ്മൾ മറ്റേ AC സപ്ലൈ കൊടുക്കുമ്പോൾ ഈ പ്രൈമറി വൈൻഡിങ്സിന് പ്രൈമറി വൈൻഡിങ്സിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നു. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് കാരണം സെക്കൻഡറി വൈൻഡിങ്സിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇതിൽ നിന്ന്
പ്രൈമറി വൈൻഡിങ്സ് മറ്റേ വൈൻഡിങ്സിലേക്ക് പാസ് ചെയ്യുന്നു, വോൾട്ടേജ് പാസ് ചെയ്യുന്നു. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വോൾട്ടേജ് പാസ് ചെയ്യുന്നു, EMF ഇൻഡ്യൂസ് ആവുന്നതാണ്. അങ്ങനെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ട് വൈൻഡിങ്സ് ഉണ്ട്. ഫസ്റ്റ് വൈൻഡിങ്സിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ സെക്കൻഡ് വൈൻഡിങ്സിൽ സപ്ലൈ കാരണമാണ് ഫസ്റ്റ് വൈൻഡിങ്സിൽ ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് കാരണം ചേഞ്ചിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ആ ഫീൽഡിൽ നമ്മൾ സെക്കൻഡറി വൈൻഡിങ്സ് കൊണ്ടുവെക്കാണ്. അപ്പോൾ അവിടെ ഒരു കറണ്ട് EMF ഇൻഡ്യൂസ്ഡ് ആവാണ് സെക്കൻഡറി വൈൻഡിങ്സ്. അങ്ങനെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഇതിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. നമുക്കറിയാം കുറേ ടൈപ്സ് ആയിട്ട് നമ്മൾ അങ്ങനെ കേൾവില്ല, പക്ഷേ അങ്ങനെ ഒരു 7 ടൈപ്സ് ട്രാൻസ്ഫോമേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ പ്രത്യേകത അനുസരിച്ച് ആണ് ട്രാൻസ്ഫോമറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് പരിചിതമായ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും, ഇത് അറിയാവുന്നതായിരിക്കും, അതിൽ പലതും നമ്മൾ കേട്ട് അറിയാവുന്നതായിരിക്കും. നമുക്ക് നോക്കാം ട്രാൻസ്ഫോമേഴ്സിൻ്റെ ടൈപ്സ്. നമ്മൾ ട്രാൻസ്ഫോമർ ടൈപ്സ് നോക്കാൻ പോവാണ്. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ. ദർ ആർ 7 കാറ്റഗറീസ് ഓഫ് ട്രാൻസ്ഫോമർ. 7 കാറ്റഗറീസ് ആണ് ട്രാൻസ്ഫോമറിൻ്റെ. പല വിധത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് ട്രാൻസ്ഫോമറിനെ. ഫസ്റ്റ്, അക്കോർഡിംഗ് ടു കൺസ്ട്രക്ഷൻ. നമുക്ക് മനസ്സിലാവും, അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കൺസ്ട്രക്ഷൻ്റെ ഒരു ഇതായിരിക്കും അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അക്കോർഡിംഗ് ടു കോർ മീഡിയം. കോർ മീഡിയത്തിൻ്റെ അതിൻ്റെ മീഡിയം വ്യത്യാസമുള്ള ഒരു ഇതായിരിക്കും. നമുക്ക് ഇതിൽ വായനയുടെ കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അക്കോർഡിംഗ് ടു വോൾട്ടേജ് ലെവൽ. അതിൻ്റെ വോൾട്ടേജ് ലെവൽ അടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫോർത്ത് ടൈപ്പാണ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് സപ്ലൈ. സപ്ലൈൻ്റെ മാറ്റം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് നാലാമത്തേത്. അക്കോർഡിംഗ് ടു ദർ യൂസ്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ യൂസ് കാരണമാണ് അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആറാമത്തെ അക്കോർഡിംഗ് ടു ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഏഴാമത്തെ അക്കോർഡിംഗ് ടു പ്ലേസ് ഓഫ് യൂസ്. ഇത് യൂസ് ചെയ്യുന്ന സ്ഥലം അനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ഇത് യൂസ് ചെയ്യാൻ വെക്കുന്ന ഒരു സ്ഥലം അനുസരിച്ചാണ് ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ട്രാൻസ്ഫോമർ എന്നൊക്കെ. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ. ഫസ്റ്റ് നമ്മൾ അക്കോർഡിംഗ് ടു കൺസ്ട്രക്ഷൻ അതിലേക്ക് പോവുകയാണ്. അക്കോർഡിംഗ് ടു കൺസ്ട്രക്ഷൻ. The construction of a transformer is depend upon how the primary and secondary windings are wound around this central laminated steel core. There are two most common and basic designs of transformer construction are there. ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം. എന്ന് വെച്ചാൽ പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ലാമിനേറ്റഡ് കോറിനെ എങ്ങനെയാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ വൗണ്ടിനെ അടിസ്ഥാനമാക്കിയുള്ള അതിൻ്റെ വൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ അകത്ത് 2 കോമൺ ബേസിക് ഡിസൈൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെച്ചാൽ ലാമിനേറ്റഡ് കോറിനെ എങ്ങനെയാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി വൈൻഡിങ്സിൻ്റെ സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ വൈൻഡിങ്സ് അടിസ്ഥാനമാക്കിയുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു കൺസ്ട്രക്ഷൻ വരുന്നത്. നമുക്ക് അതിനകത്ത് 2 ബേസിക് ഡിസൈൻ ആണുള്ളതെന്ന് ആണ് പറയുന്നത്. നമുക്ക് ഓരോ ഫസ്റ്റത്തെ നോക്കാം. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഫസ്റ്റത്തെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇൻ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ വൈൻഡിങ്സ് ആർ സിലിണ്ടറിക്കൽ ഫോം മൗണ്ടഡ് ഓൺ ദി കോർ ലിംസ് ആസ് ഷോൺ. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ വൈൻഡിങ്സ് സിലിണ്ടറിക്കൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഒരു കോർ ലിംസിനായിട്ട് സിലിണ്ടറിക്കൽ ഫോമിലാണ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക ഇതിൽ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാം സിംഗിൾ ഫേസും ഉണ്ട്, 3 ഫേസും ഉണ്ട്. 3 ഫേസിൽ 3 വൈൻഡിങ്സ് ഉണ്ട്, സിംഗിൾ ഫേസിൽ 2 വൈൻഡിങ്സും കാണാം. നമുക്ക് മനസ്സിലാവും വെച്ചാൽ വൈൻഡിങ് സിലിണ്ടറിക്കൽ ഷേപ്പായിരിക്കും. സിലിണ്ടറിക്കൽ ഫോംഡ് ഒരു കോർ ലിംസിന് സിലിണ്ടറിക്കലായിട്ട് വൈൻഡ് ചെയ്യുന്നതാണ് കോർ ടൈപ്പ് വൈൻഡിങ്സ്. ഇനി നമ്മൾ നോക്കുന്നത് സെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. The coil are former wound and
mounted in layer stacked with insulation between them. ഇത് സെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ എങ്ങനെ വരുന്ന വെച്ചാൽ ലെയർ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഇൻസുലേഷൻ ഉണ്ടാവും. ലെയർ ആയിട്ടാണ് എന്താണ് വൈൻഡിങ്സ് ഉണ്ടാവുക. അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് ഇൻസുലേഷനും ഉണ്ടാവും. അങ്ങനെയാണ് സെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. A cell type transformer may have simple rectangular form or it may have distributed form. ഒരു സിംഗിൾ റെക്ടാങ്കുലർ ഷേപ്പും ഉണ്ടാവും, അതിന് വേറൊരു ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ഫോമും ഉണ്ടാവും. ഇവിടെ നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ ഒരു സിംഗിൾ റെക്ടാങ്കുലർ ഷേപ്പാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച ബൈൻഡിങ്സ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. സിംഗിൾ ഫേസും 3 ഫേസും ആണെന്നുള്ള പിക്ചറാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു കോർ മീഡിയം. എന്താണ് അക്കോർഡിംഗ് ടു കോർ മീഡിയം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷൻ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദി മീഡിയം പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്, ദ ട്രാൻസ്ഫോമർ ആർ ക്ലാസിഫൈഡ് ആസ് എയർ കോർ ട്രാൻസ്ഫോമർ ആൻഡ് അയൺ കോർ ട്രാൻസ്ഫോമർ. ഇവിടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പ്രൈമറി വൈൻഡിങ്സിൻ്റെ സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മീഡിയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്താണ് ഈ അക്കോർഡിംഗ് ടു കോർ മീഡിയം. വെച്ചാൽ അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എയർ കോർ മീഡിയം ആൻഡ് അയൺ കോർ മീഡിയം. എയർ കോർ മീഡിയത്തിൻ്റെ ഇത് എന്താണെന്ന് നമുക്ക് പറയാം. വെച്ചാൽ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ മീഡിയത്തിനെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന ക്ലാസിഫിക്കേഷനാണ്. ഈ പ്രൈമറി വൈൻഡിങ്സിൻ്റെയും സെക്കൻഡറി വൈൻഡിങ്സിൻ്റെയും ഇടയിലുണ്ടാകുന്ന ആ ഒരു മീഡിയത്തിനെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു കോർ മീഡിയം ക്ലാസിഫിക്കേഷൻ. നമുക്ക് എയർ കോർ ട്രാൻസ്ഫോമറും അയൺ കോർ ട്രാൻസ്ഫോമറും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എയർ കോർ ട്രാൻസ്ഫോമർ നോക്കാം. ഇതാണ് എയർ കോർ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. The primary and secondary windings mounted on non-magnetic strips where the flux linkage between primary and സെക്കൻഡറി ഈസ് ത്രൂ ദി എയർ. ഇതിൽ നമ്മൾ കാണുന്നുണ്ട് പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ഒരു നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പിൻ്റെ മേലാണ് വൂണ്ട് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ കാണാം പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ഒരു നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പിൻ്റെ മേലാണ് വൂണ്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള മീഡിയം എന്താ വെച്ചാൽ എയർ ആണ്. വായു മാത്രമാണ്, വേറെ അതിൻ്റെ ഇടയിൽ വേറൊരു മീഡിയം ഒന്നുമില്ല. എയർ ആണ് അതിൻ്റെ ഇടയിലുള്ള മീഡിയം. എയറാണ് അതിൻ്റെ ഇടയിലുള്ള മീഡിയം, വേറെ വസ്തുക്കളൊന്നും വരുന്നില്ല. അങ്ങനെയാണ് എയർ കോർ ട്രാൻസ്ഫോമർ നിർമ്മിച്ചിരിക്കുക. നോക്കാം. പ്രൈമറി വയറിങ്സ് ആൻഡ് വൂണ്ടഡ് ഓൺ നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പിൻ്റെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ മേലാണ് ഈ വൈൻഡിങ്സ് വൂണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ലിങ്കേജ് എന്ന് വെച്ചാൽ ത്രൂ എയർ ആണ്. അതാണ് എയർ കോർ ട്രാൻസ്ഫോമർ. ദ മ്യൂച്വൽ ഇൻഡക്ഷൻ എഫക്റ്റ് ഈസ് ലെസ് ഇൻ എയർ കോർ കമ്പയർഡ് ടു അയൺ കോർ. ഇതിൻ്റെ അകത്ത് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ എഫക്റ്റ് മറ്റേ അയൺ കോറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ദ റിലക്റ്റൻസ് ഓഫേർഡ് ടു ജനറേറ്റ് ഫ്ലക്സ് ഈസ് ഹൈ ഇൻ എയർ മീഡിയം വേർ ഈസ് അയൺ കോർ. ഈ റിലക്റ്റൻസ് ഓഫേർഡ് ടു ജനറേറ്റ് ഫ്ലക്സ് ഹൈ ആണ് ഇൻ എയർ മീഡിയം വേർ ആസ് ഇൻ ദി അയൺ കോറിനെ കാട്ടി ഹൈ ആണ് ഇത് എയർ കോർ ട്രാൻസ്ഫോമറിൽ എന്നാണ് ഇവിടെ പറയുന്നത്. വെച്ചാൽ എയർ കോർ ട്രാൻസ്ഫോമറിൽ ഹൈ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എയർ കോർ ബട്ട് ദ ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറന്റ് ലോസ് വിച്ച് ആർ dominant in iron core types are less or completely eliminated in air core transformer. So ഈ ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും എന്ന് വെച്ചാൽ രണ്ട് മറ്റേ നമുക്ക് ഈ ഇതിൽ ഈ EMF ഇൻഡ്യൂസർ EMFിൽ വരുന്ന ഒരു ലോസാണ് നമുക്ക്. അത് ഇത് മറ്റേ അയൺ കോറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ് എയർ കോർ ട്രാൻസ്ഫോമറിൽ. കുറവാണ്, അല്ലെ ഇല്ലാണ്ട് വരെ നിൽക്കാവുന്ന സാഹചര്യമാണ്. പക്ഷേ അയൺ കോർ ട്രാൻസ്ഫോമറിൽ ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. മറ്റേ അയൺ കോറിനെ സംബന്ധിച്ചോടെ അക്കാര്യത്തിൽ എയർ കോർ ട്രാൻസ്ഫോമറാണ് ഒരു നല്ലൊരു ഇത് എടുക്കുന്നത്. ഇനി നമ്മൾ നോക്കുക അയൺ കോർ ട്രാൻസ്ഫോമർ. എന്താണ് അയൺ കോർ ട്രാൻസ്ഫോമർ? ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ വൂണ്ടഡ് ഓൺ മൾട്ടിപ്പിൾ അയൺ പ്ലേറ്റ് ബഞ്ച് which provide a perfect linkage path to generate flux. എന്താണ്? The primary and secondary windings are wounded on multiple iron plate. Primary windings ഉം secondary windings ഉം multiple iron plate
മേലിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് വിച്ച് പ്രൊവൈഡ് എ പെർഫെക്റ്റ് ഒരു ചില അയൺ പ്ലേറ്റിന് മേലിൽ നമ്മൾ ഈ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു അയൺ പ്ലേറ്റിന് മേലിലാണ് എന്താണ് മറ്റേതിൽ ഒരു നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പിന് മേലിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു അയൺ പ്ലേറ്റിൻ്റെ മേലിലാണ് എന്ത് പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ഇതാക്കണം. അപ്പോൾ ഒരു പെർഫെക്റ്റ് ലിങ്കേജ് ആയ അയൺ പ്ലേറ്റിൽ ത്രൂ അയൺ പ്ലേറ്റ് മീഡിയമായിട്ട് നിൽക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നതാണ് ഇതിൽ അയൺ കോർ ട്രാൻസ്ഫോമറിൽ പറയുന്നത്. ഒരു പെർഫെക്റ്റ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവാനാണ് അതിൻ്റെ ഇടയിൽ അയൺ പ്ലേറ്റ് ഒരു മീഡിയമായിട്ട് കൊണ്ടുവെക്കുന്നത്. പിക്ചറിൽ നമുക്ക് കാണാം. These are widely used transformer in which the efficiency is high compared to the air core transformer. ഇതാണ് പൊതുവെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ. കമ്പയർ ചെയ്യുമ്പോൾ എയർ കോർ ട്രാൻസ്ഫോമറിനെ കാട്ടി ഏറ്റവും എഫിഷ്യൻ്റ് ആയ ഒരു ട്രാൻസ്ഫോമറാണ് അയൺ കോർ ട്രാൻസ്ഫോമർ. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ്. These are most common used transformer types for all the application depends upon the voltage ratio from primary to secondary windings. The transformers are classified as step up and step down. ഇവിടെ എന്താണ് പറഞ്ഞത്? commonly used transformer for all the application depends upon the voltage ratio. ഇവിടെ എന്താണ് വോൾട്ടേജ് ലെവൽ, അതിൻ്റെ വോൾട്ടേജ് റേഷ്യോ അടിസ്ഥാനമാക്കിയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ വോൾട്ടേജ് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്സിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് റേഷ്യോ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. നമുക്കിനി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെപ്പ് അപ്പ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് അപ്പ് ഇവിടെ പിക്ചറിൽ കാണുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനൊരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരുന്നത്. പ്രൈമറി വൈൻഡിങ്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡറി വൈൻഡിങ്സും ഉണ്ട്. അപ്ലൈഡ് അൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ, ഇവിടെ അൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഇവിടെ നോക്കേണ്ട കാര്യം വെച്ചാൽ വൺ ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ there are more turns on the secondary coil than primary coil. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പ്രൈമറി കോയിലിനെ കാട്ടി സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. പ്രൈമറി കോയിലിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ എണ്ണം അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. The induced voltage across the secondary coil is greater than the applied voltage across the primary coil, or in other words the voltage has been step upped. The induced voltage across the secondary coil ഉണ്ടാവുന്ന വോൾട്ടേജ് പ്രൈമറി കോയിലിനെയും കാട്ടി അധികമായിരിക്കും. അതാണ് സ്റ്റെപ്പ് അപ്പ്. അതിനർത്ഥം എന്താ വെച്ചാൽ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിരിക്കുകയാണ്, കൂടുകയാണ് ചെയ്തത് സ്റ്റെപ്പ് അപ്പ്. അതുകൊണ്ടാണ് അത് കൂടി വരുന്നത് കാരണമാണ് ഇതിന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വെച്ചാൽ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തതാണ്. മറ്റേ പ്രൈമറി കോയിലിന് അടിസ്ഥാനമൊക്കെ നോക്കുമ്പോൾ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് ഹൈ ആണ്, കൂടുകയാണ് ചെയ്തത്. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ കാണാം പ്രൈമറി വൈൻഡിങ്സ്, ഇവിടെ മറ്റേ അൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ഉണ്ട്. ഇവിടെ നമുക്ക് ദ ഇൻട്രൊഡ്യൂസ്ഡ് വോൾട്ടേജ് അക്രോസ് ദി സെക്കൻഡറി കോയിൽ ഈസ് ലെസ് the applied voltage across the primary coil inverts the voltage step down. ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് അപ്പിൽ കണ്ട നേരെ ഓപ്പോസിറ്റ് ആണ് കാണുന്നത്. കാരണം ഫസ്റ്റ് പ്രൈമറി കോയിലുള്ള ടേൺസിൻ്റെ എണ്ണമാണ് കൂടുതൽ, അത് നേരെ മറിച്ച് സെക്കൻഡറി കോയിലിൻ്റെ ടേൺസിൻ്റെ എണ്ണം കുറവാണ്. അത് കാരണം എന്താണ് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. പ്രൈമറി കോയിൽസിനെ അടിസ്ഥാനമാക്കി സെക്കൻഡറി കോയിൽസിൻ്റെ വോൾട്ടേജ് കുറവാണ്, എന്നുവെച്ചാൽ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ശരി, നമുക്ക് നോക്കാം. വോൾട്ടേജ് ഇത് പ്രപ്പോർഷൻ ടു വൈൻഡിങ്സ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രൈമറി വൈൻഡിങ്സിൻ്റെ കോയിൽസിൻ്റെ എണ്ണം കൂടുതലാണ്, സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ കോയിൽസിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. നേരെ സ്റ്റെപ്പ് അപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക സ്റ്റെപ്പ് ഡൗൺ. അടുത്ത ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു type of supply. These are the most commonly used transformer types for depends on supply lines. സപ്ലൈ അതിൻ്റെ ഒരു നമുക്ക് സോഴ്സ് ഉണ്ടാവില്ലേ, സപ്ലൈ സോഴ്സ് അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു ക്ലാസിഫിക്കേഷനാണ്. സപ്ലൈ
അടിസ്ഥാനമാക്കി സപ്ലൈൻ്റെ വ്യത്യാസം വരുമ്പോൾ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് ആണ്. സിംഗിൾ ഫേസ് എന്താണെന്ന് നമുക്ക് അറിയാം. പിന്നെ രണ്ടാമത്തെ ത്രീ ഫേസ്. സിംഗിൾ ഫേസ് സപ്ലൈയും ത്രീ ഫേസ് സപ്ലൈയും ഉള്ള ട്രാൻസ്ഫോമേഴ്സ് ആണ്. അങ്ങനത്തെ രണ്ട് ട്രാൻസ്ഫോമറാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം, എന്താണ് ഓരോന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിംഗിൾ ഫേസ് നോക്കാം. Single phase transformer. Single phase transformer accepts single phase AC power and outputs single phase AC power typical at higher or lower voltage. Single phase transformer പറഞ്ഞാൽ അത് സിംഗിൾ ഫേസ് എ സി പവർ ആക്സെപ്റ്റ് ചെയ്തിട്ട് സിംഗിൾ ഫേസ് എ സി പവർ ഔട്ട്പുട്ട് ചെയ്യുന്നത് അത് ഹയർ ആയിട്ടാണെങ്കിൽ ഹയർ വോൾട്ടേജ് ആയിട്ടാണോ ലോവർ വോൾട്ടേജ് ആയിട്ടാണോ വെച്ചാൽ എ സി സപ്ലൈ ആക്സെപ്റ്റ് സിംഗിൾ ഫേസ് എ സി സപ്ലൈ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സിംഗിൾ ഫേസ് എ സി ഹയർ വോൾട്ടേജ് ആയിട്ടോ ലോവർ വോൾട്ടേജ് ആയിട്ടോ ഔട്ട്പുട്ട് ചെയ്യുന്നു. അതാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. എനർജി is transferred from one circuit to one or more circuit electromagnetic induction. എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഒരു സർക്യൂട്ടിൽ അതിൽ കൂടുതൽ സർക്യൂട്ടിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട്. പിന്നെ അടുത്ത് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. നമുക്ക് പിക്ചറിൽ കാണാം, ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൽ കാണാം 3 ഫേസ് കാണാം. നമുക്ക് മറ്റേ പിക്ചറിൽ നോക്കിയാൽ കാണാം 3 ഫേസ്. അതിന് മേലുള്ള 3 നോക്കിയാൽ കാണാം 3 ഫേസ് ആണ്. ഫേസ് എ, ഫേസ് ബി, ഫേസ് സി. 3 വൈൻഡിങ്സും നമുക്ക് കാണാം. നമുക്ക് നോക്കാം. ത്രീ ഫേസ് ഇലക്ട്രിക് പവർ ഈസ് എ കോമൺ മെത്തേഡ് ഓഫ് alternating current, electric power generation, transmission and distribution. ഇലക്ട്രിക് പവർ ഈ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിച്ചത് വെച്ചാൽ ഇലക്ട്രിക് പവർ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഈ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. ത്രീ ഫേസ് ഇലക്ട്രിക് പവർ ഈസ് എ കോമൺ മെത്തേഡ് ഓഫ് alternating ഇലക്ട്രിക് പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോളി സിസ്റ്റം. വെച്ചാൽ പോളി എന്ന് പറഞ്ഞാൽ ഒരു പോളി ഫേസ് സിസ്റ്റം, ഒരു ഫേസ് കൂടുതൽ ഉണ്ടാവുന്നതാണ് പോളിഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് മോസ്റ്റ് കോമൺ മെത്തഡ് യൂസ്ഡ് ബൈ ഇലക്ട്രിക് ഗ്രിഡ്സ് വേൾഡ് വൈഡ് ടു ട്രാൻസ്ഫർ പവർ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തഡ്. വേൾഡ് വൈഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മനസ്സിലായി ഈ ഇലക്ട്രിക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തഡാണ്. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദെയർ യൂസ്. According to the necessity, there are classified as the power transformer, distribution transformer, measuring transformer and instrument transformer. അതിൻ്റെ യൂസ് കൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അങ്ങനെ ഇതിവിടെ നമുക്ക് പവർ ട്രാൻസ്ഫോമർ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, മെഷറിംഗ് ട്രാൻസ്ഫോമർ, ഇൻസ്ട്രുമെന്റൽ ട്രാൻസ്ഫോമർ, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് പവർ ട്രാൻസ്ഫോമർ. A transformer located directly next to power plant is called generator step up unit. ഈ പവർ പ്ലാന്റ്സിന്റെ തൊട്ടടുത്തുണ്ടാവുന്ന ട്രാൻസ്ഫോമറിനാണ് ഈ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പവർ പ്ലാന്റിന് തൊട്ടടുത്ത് ഉണ്ടാകുന്ന ട്രാൻസ്ഫോമർ. A GSC transform the electric power from the medium of the voltage and high voltage. ഇത് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് പവർ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ലോ വോൾട്ടേജ് ആണെങ്കിൽ അത് ഹൈ വോൾട്ടേജ് ആയി സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് പവർ ട്രാൻസ്ഫോമർ. അടുത്ത ടു ബാലൻസ് പവർ ഫ്ലോ ബിറ്റ്വീൻ പാരലൽ പവർ ലൈൻസ് ഫേസ് ഷിഫ്റ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. ഇതിൻ്റെ അകത്തൊരു പവർ ഫ്ലോ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഫേസ് ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. A distribution transformer or service transformer is transformer that provide the final voltage transformation in the electric power distribution system. ചില ഈ ട്രാൻസ്ഫോമർ എന്താ പേര് തന്നെ ഉണ്ട്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. ചില ഫൈനൽ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഓരോ സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു യൂസാണ് ഈ ട്രാൻസ്ഫോമർ കൊണ്ടുണ്ടാകുന്നത്. വെച്ചാൽ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ളിടത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പിംഗ് ഡൗൺ ദ വോൾട്ടേജ് യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ടു ലെവൽ യൂസ് ടു ദി കസ്റ്റമർ. കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ ഹൈ വോൾട്ടേജ് എടുത്തുനിന്ന് അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷമാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. പക്ഷേ ഹൈ വോൾട്ടേജ് ആണ്, അത് നേരിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഹൈ വോൾട്ടേജ് വരുമ്പോൾ അത് നമുക്കറിയാം ഒരു സപ്ലൈ വീട്ടിലേക്ക് വരുന്ന സപ്ലൈയിൽ 230 വോൾട്ട് അങ്ങനെയാണ് അറിയാം. അത് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ആവശ്യമുള്ള രീതിയിലുള്ള വോൾട്ടേജ് ആക്കിയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. An instrument transformer. They are high accuracy classic electrical device used to isolate and transform voltage or current levels. ഈ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ലെവലിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സ് ആണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രാൻസ്ഫോമർ. വെച്ചാൽ ഇത് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതോറും ഇത് ആക്യുറസി കുറയുന്നത് കൊണ്ട് അത് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ ക്ലാസിഫൈഡ് ആസ് കറണ്ട് ട്രാൻസ്ഫോമർ ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ, കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. അത് രണ്ട് നമുക്ക് നോക്കാം. Current transformer. A current transformer is an electric device that produces an alternating current in its secondary windings, which are proportional to the AC current input. Primary windings in അതേ പ്രൊപ്പോർഷനാലിറ്റി ഉള്ള ഒരു AC കറണ്ട് സെക്കൻഡറി വൈൻഡിങ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്. ഇനി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, വോൾട്ടേജ് ട്രാൻസ്ഫോം ആൾസോ കോൾഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഈ വോൾട്ടേജ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മറ്റേതിൽ കറണ്ട് ആണെങ്കിൽ ഇതിൽ വോൾട്ടേജ് ആണ്. അത് പാരലൽ കണക്റ്റഡ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. ഇത് പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. നമുക്ക് എപ്പോഴും അറിയാം വോൾട്ടേജിന് പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. They are designed to present negligible load to supply being measured and have an accurate voltage ratio and phase. They are designed to present negligible load to supply being measured and have an accurate voltage ratio and phase. Relation to enable accurate secondary connect metering. Any according to place of use. ഇത് യൂസ് ചെയ്ത് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ യൂസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഈ മറ്റേ ട്രാൻസ്ഫോമർ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് പിക്ചർ നോക്കി മനസ്സിലാവും. ഒന്ന് ഇൻഡോർ ട്രാൻസ്ഫോമർ ഉണ്ട്, ഔട്ട്ഡോർ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇൻഡോർ എന്ന് കേട്ടാൽ മനസ്സിലാവും നമുക്ക് ഇൻസൈഡായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ എന്തിൻ്റെങ്കിലും മറ്റേ ഇൻസൈഡ് നമുക്ക് ആവശ്യത്തിന് കറണ്ട് എടുക്കാവുന്ന ഒരു ഇൻസൈഡ് ഒരു ഇൻഡോറിന് എന്താണ് നമുക്ക് മനസ്സിലാവാൻ എന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ഇൻഡോർ ട്രാൻസ്ഫോമർ എന്താണെന്ന് നമുക്കൊരു പേര് തന്നെ മനസ്സിലാവുന്നു. ഔട്ട്ഡോർ ട്രാൻസ്ഫോമറിന് പുറമേയുള്ള ട്രാൻസ്ഫോമേഴ്സ് ചില ഹൈ വോൾട്ടേജ് ഇതാക്കുന്ന ട്രാൻസ്ഫോമർ. ഇൻഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതാണ് ദർ ക്ലാസിഫൈഡ് ആസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ട്രാൻസ്ഫോമർ. The outdoor transformer are nothing but a distribution type transformer. ഔട്ട്ഡോർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒന്നല്ല. ഇൻഡോർ ട്രാൻസ്ഫോമർ എന്താ പിക്ചർ എന്താ മനസ്സിലാവും നമുക്ക്. ഇത് ചെറിയ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. പക്ഷെ ഔട്ട്ഡോർ ട്രാൻസ്ഫോമർ എന്താണ് എന്ന് ചോദിച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ താങ്ക് യു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ പറഞ്ഞു, ട്രാൻസ്ഫോമറിന് വർക്കിംഗ് പറഞ്ഞു, വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, ടൈപ്പ് പറഞ്ഞു. താങ്ക് യു. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.